നമ്മൾ ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് കുറച്ച് നടന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ്, അത് ജസ്റ്റ് ഒരു അടുത്ത വില്ലേജിലേക്കുള്ള ഒരു വഴിയാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നമ്മളിതോ നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ട് നമുക്ക് അവിടെ ബിയാസ് റിവർ ചെറുങ്ങനെ കാണാം കേട്ടോ. അതിൽ കൂടുതൽ ഇങ്ങനെ പോണത് ഇത് പോകണം, നമുക്കിത് അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെതാ നമ്മൾ നടന്നിറങ്ങിട്ടോ. ഇത് അങ്ങോട്ട് ഫോറസ്റ്റാണ്, നമുക്ക് സൈഡിൽ കൂടെ നടക്കാൻ വഴിയുണ്ട്. അയ്യോ എന്തിൻ്റെ ഇത് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു, ഒരു ആപ്പിൾ ഇവിടുന്ന് ചേർത്ത് പൊട്ടിച്ചതാണ്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്നായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ചെറിയ ചവപ്പുണ്ടായിരുന്നു. ഒരാപ്പിൾ ഞാൻ മേടിച്ചതിൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കഴിച്ച് ചായ ഒന്നും ഉണ്ടാക്കി കുടിച്ചിട്ടില്ല. പ്രശ്നമില്ല, ഇന്നലത്തെ ഫുഡ് കൊടുക്കേണ്ട വീട്ടിൽ. ടാസ്കാണല്ലോ ചെറിയൊരു പാറക്കൽ കേട്ടോ. ശ്രദ്ധിച്ച് കിടന്നിട്ടില്ലേ ബാക്കി വീഴും, വേറെ പ്രശ്നമൊന്നുമില്ല. എവിടേക്ക് ഇവിടെ പോകുന്നറിയില്ല, അതിന് പോയി വെക്കാം. അല്ലാ അയ്യോ അടിപൊളി. ഞാൻ വിചാരിച്ച ഈ വഴിയില്ലാന്ന്, വഴിയിൽ ഉണ്ടാക്കും ഞാൻ, എന്നോടാ കളി. ഇത് വെള്ളം പോണ പോയിക്കോട്ടോ, ബിയാസ് റിവറിന്ന് ഇവിടുത്തെ വില്ലേജസിന് വേണ്ടിയിട്ട് കടി കൂടെ ഒക്കെ പോയിട്ടുണ്ട്. ഇത് സെറ്റാണ്. ചെറിയൊരു വില്ലേജാണ് കേട്ടോ, അതിൻ്റെ ഇടയിൽ ഒന്ന് പോയേക്കാൻ തന്നെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതപ്പോൾ ഇങ്ങോട്ട് റൂട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഏകദേശം ഷോപ്പ് കണ്ടു. ഇവരുടെ വീടും ഇവിടെ തന്നെയാണ് തോന്നുന്നു. ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഓംലേറ്റ് എന്തെങ്കിലും കിട്ടും, അത് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അത് ജസ്റ്റ് ബാബമാരെന്നൊക്കെ പറയും, അവരോട് പൈസ വെച്ചിട്ടാ. ഒരു കുറേ ഫ്രോഡുണ്ട്, നല്ലവരുണ്ട്, എനിക്കറിയില്ല അവരെ പറ്റിയിട്ട്. പക്ഷേ ഞാൻ ഇന്നെ അവിടുന്ന് പറ്റിക്കാൻ നോക്കിക്കണം, അവരോട് വല്ല സംസാരിക്കാതിരിക്കാൻ നല്ല. നമ്മുടെ ഫുഡ് എത്തിട്ടോ, ഇതാണ് ബ്രെഡ് ഓംലേറ്റ്, സോസ് കൂട്ടി കഴിക്കാം. അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്കാണ് കാണിച്ചു തരാൻ പറഞ്ഞത്. ആ ഷോപ്പ് അവിടെ മേലെയാണ്, നമ്മൾ അവിടെ നിന്നാണ് ചായ കുടിച്ചത്. ബിയാസ് റിവറിൻ്റെ അടുത്തേക്ക് ഉണ്ടോ?
അത്രയും മനോഹരമാണ് കേട്ടോ. അത്രയും മനോഹരം പറഞ്ഞാൽ അവിടെ നിന്ന് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. നല്ല നല്ല ഒഴുക്കുണ്ട് കേട്ടോ, നല്ല ഒഴുക്കുണ്ട്. ഞാനിപ്പോൾ ഏകദേശം അവിടെ നിന്ന് ഏകദേശം 4-4.5 കിലോമീറ്റർ നടത്തും. ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് ഇട്ടില്ല. അപ്പോൾ കിതച്ചപ്പോൾ അവിടെ ബാഗ് അവിടെ ചാരിച്ചിരുന്നതാണ്. ഇനി കുറച്ച് ഏകദേശം 5 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇനി പോവാം, കുറേ നേരം ഇരിക്കണം. കാര്യത്തിലെ സങ്കടമുള്ളൂ. ഫുള്ള് വേസ്റ്റാണ്, നല്ല സ്മെല്ലുണ്ട്. ഒരു കാര്യത്തിൽ ഭയങ്കര സങ്കടമാണ്. ഇതാണ് പ്രശ്നം. റിയാസിൽ ഈ ടൂറിസ്റ്റുകളും തിരുന്ന, പക്ഷെ ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയാണ് വേസ്റ്റ്. അതിന് പ്രശ്നം വരില്ല. വേസ്റ്റ് മാനേജ്മെൻറ്റ് കറക്റ്റല്ല, അതുകൊണ്ടാണ്. അത് ഇവിടുത്തെ നാട്ടുകാരെണ്ണല്ല, ശരിക്ക് ടൂറിസ്റ്റുകളും തിരുന്നാണ്. നാട്ടുകാർ വളരെ നീറ്റാണ്, അവരങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഞാൻ ഏകദേശം 8 കിലോമീറ്ററൊക്കെ നടന്നിട്ടുണ്ടാവും. കറക്റ്റ് അറിയില്ല. നടന്നൊരു സ്ഥലം കണ്ടോ, സൂപ്പറല്ലേ. ഇവിടെ എന്തൊരു റിസോർട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് പോയി നമുക്ക് ഇനി അതിൻ്റെ അവിടേക്ക് പോയി ടെൻ്റ് അടിക്കാൻ പറ്റും. ഇവിടെ വെള്ളം കിട്ടുന്നതാണ് പറഞ്ഞത്, ബോട്ടിൽ വെള്ളം നിറക്കാണ്ട്. നമുക്ക് ഇനി കുറച്ചും കൂടി കിടക്കണ്ട്. ഞാൻ വയ്യാതെ ഇപ്പോൾ റെസ്റ്റ് എടുത്തതോ അറിയില്ല. ഓക്കെ, ഞാൻ ടെൻ്റ് അടിച്ചിട്ട് വീഡിയോ എടുക്കാം. ഒന്നുകൂടി മേലേക്ക് കടന്നു നോക്കുകയാണ്. വെള്ളം കിട്ടിയിട്ടോ, വെള്ളം കിട്ടി. വെള്ളം അവിടെ നിറച്ച് 3 വീട്ടിലും ഫുള്ളപ്പോൾ സീനില്ല. നാളെ കാലത്ത് വരില്ലുള്ളൂ. നാളെ കാലത്ത് ഞങ്ങൾ തിരിക്കുന്നത് വരും. ഷൂ പ്രശ്നമായിരിക്കണം കേട്ടോ, ഷൂവിൻ്റെ പ്രശ്നം. പണി തീർന്നിക്കണം. അല്ലോ കാലത്തി ഇനി വേണമെങ്കിൽ അങ്ങോട്ട് നടക്കാൻ, എനിക്ക് നടക്കാൻ വയ്യ. ഇത് ഫുള്ള് ആപ്പിൾ മരങ്ങളാട്ടോ, ആപ്പിളിൻ്റെ തോട്ടമാണ്. നമ്മളിത് അതാ ഈ ഒരു സ്പേസിൽ എൻ്റെ അടിക്കും. ഇത് ഫുള്ള് ആപ്പിളിൻ്റെ തോട്ടമാണ്. ഇവിടെ മൊത്തം ആപ്പിൾ മരങ്ങളാണ്. ഇതാ കാണുന്നതൊക്കെ ആപ്പിൾ മരങ്ങളാണ്. അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ടെൻ്റ് അടിച്ചു കേട്ടോ. ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച അടിപൊളിയല്ലേ? ഇത് ഫുൾ അപ്പുറം ഇപ്പുറമൊക്കെ ആപ്പിൾത്തോട്ടാണ്. സെറ്റാണ്. അപ്പം ഞാൻ നാളെ കാലത്ത് ഇവിടുന്ന് പോകും ഇൻഷാ അല്ലാഹ്. പ്രധാനം കേട്ടോ നമ്മുടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച, പുറത്തേക്കുള്ള കാഴ്ച അടിപൊളിയല്ലേ?
എൻ്റെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഈ യൂട്യൂബ് വീഡിയോ ഒന്നും എടുക്കാൻ എന്തൊരു പറ്റുന്നില്ല, പക്ഷേ ചെയ്തു പോകുന്നു. വലിയ കുഴപ്പമില്ല, എന്നാലും പഴയ അത്ര കുഴപ്പമില്ല. എടുക്കുമ്പോൾ ശീലമായിട്ട് വരുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ ഏകദേശം ഏരായി. കുറച്ച് നേരം നീട്ടിട്ട് ഇപ്പോൾ പുറത്ത് നല്ല മഴ ഉണ്ട്. നല്ല മഴയെ കണ്ടോ. ചാർന്നുള്ളോ, പക്ഷെ അത് കുറച്ച് തുടങ്ങിയിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ മഴ ഒന്ന് നിൽക്കണം, എന്നാൽ കൂടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ രാവിലെ നീറ്റിട്ട് ഞാനിപ്പോൾ കാപ്പി ഉണ്ടാക്കി, ബിസ്ക്കറ്റ് കഴിച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അത്രയും നിശബ്ദമായിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ. പിന്നെ അവിടെ ചെറിയ വില്ലേജും കാര്യങ്ങളൊക്കെ, വീടുകളുണ്ട്. ചെറിയൊരു വില്ലേജ് അത്. ബാക്കിൽ കുറച്ച് നടന്നൊരു വീടുണ്ട്. ഞാൻ അവിടെ ആ തെറ്റത്തൊരു വീടുണ്ട്. വെള്ളം നമ്മുടെ കയ്യിൽ വെള്ളം കഴിഞ്ഞാൽ ഞാൻ ആ ധൈര്യത്തിലാണ് പിന്നെ അവിടെ നടന്നിട്ട് നടക്കാറോ എന്നുള്ള ധൈര്യത്തിൽ ഇവിടെ റെൻ്റ് അടിച്ചത്. അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ 5 ലിറ്ററിൻ്റെ ക്യാനൊക്കെ നിറച്ച് വരേണ്ടി വരും വെള്ളമില്ലാത്തടത്താണെങ്കിൽ. പിന്നെ അതിൻ്റെ ആ വെയിറ്റ് ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ ഫുഡ് കേട്ടോ. ഇത് നൂഡിൽസ്, മാഗി പ്ലസ് ഓട്സ്, പിന്നെ ഇതാ ചപ്പത്തില് മറ്റേ ഗ്രീൻ പട്ടാണി കടലല്ലേ, അതിൻ്റെ ഒരു പാക്കറ്റിൽ അതിന് കുറച്ച് ബാക്കിനായിരുന്നു. അത് ഞാൻ അതിലിട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്, സെറ്റാണ്. ഓട്സിൽ നിന്ന് നമുക്ക് വൈറ്റമിൻസ് കിട്ടും, മാഗിയിൽ നിന്ന് എന്തൊന്നും കിട്ടില്ല എന്നുണ്ട്. അങ്ങനെയൊക്കെ പോകണം. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് പോവും. മഴ തുള്ളുണ്ട്, പ്രശ്നമില്ല. എന്തായാലും ഇവിടുന്ന് പോവും ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഞാൻ എന്തായാലും ഇനി ഇവിടുന്ന് നിന്ന് പോവും. നമ്മളൊക്കെ ആകെ അലങ്കോലമായിട്ട് എടുക്കുകയാണ്. ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് പോവും. ഇനി എവിടെ എടുക്കാമെന്നറിയില്ല. എന്തായാലും ബൈ.